നമസ്കാരം. ജീവിത വിജയത്തിന് ആദർശം എപ്പോഴും അനിവാര്യമാണ്. വൃക്ഷത്തിന് വേര് പോലെയാണ് വ്യക്തികൾക്ക് ആദർശങ്ങൾ. വേര് ശക്തമല്ലെങ്കിൽ കാറ്റിൽ മരം മറിയുന്നത് പോലെ ആദർശങ്ങളില്ലെങ്കിൽ ജീവിതയാത്രയിൽ വ്യക്തികളും വീണുപോകും. അനുദിന ജീവിതത്തിൻ്റെ പ്രലോഭനങ്ങളിൽപ്പെടാതെ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന ആദർശങ്ങളെക്കുറിച്ച് പ്രസിദ്ധ സ്പാനിഷ് തത്വചിന്തകനായ കാർലോസ് റെയിൽസിൻ്റെ വാക്കുകളാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. ഇന്ത്യയുടെ ഭാവി ചർച്ച ചെയ്യുമ്പോൾ പുതിയ തലമുറ എന്നും എപ്പോഴും പരാതിപ്പെടുന്നത് ആദർശശുദ്ധിയില്ലാത്ത നേതാക്കളെക്കുറിച്ചാണ്. വ്യക്തിജീവിതത്തിൽ ആദർശമില്ലെങ്കിൽ പൊതുജീവിതത്തിൽ അതെങ്ങനെ വെളിപ്പെടും? അതിനാൽ പുതുതലമുറ അരാഷ്ട്രീയക്കാരും നേരെ തിരിഞ്ഞു നടക്കുന്നവരുമായതിൻ്റെ ഉത്തരവാദിത്വം ആദർശമില്ലാത്ത നേതാക്കളുടെ ചുമതലയാണ്. ജീവിത വിജയം കൈവരിച്ചവരെ പരിശോധിച്ചാൽ അവരെല്ലാവരും കഠിനാധ്വാനവും ആദർശങ്ങളും കൈമുതലായി സമൂഹത്തിൽ പ്രവർത്തിച്ചവരാണെന്ന് നമുക്ക് മനസ്സിലാവും. താൽക്കാലിക നേട്ടത്തിനോ സ്വാർത്ഥ വിജയത്തിനോ വേണ്ടി അവരാരും ആദർശങ്ങൾ ബലികഴിച്ചില്ല. നേട്ടത്തിൻ്റെ പൊൻതിളക്കത്തേക്കാൾ അവർ മാനിച്ചത് ആദർശത്തിൻ്റെ ഉൾവെളിച്ചമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ എണ്ണത്തിൽ കുറവുള്ള ഇത്തരക്കാരെ കണ്ടെത്താൻ നമുക്ക് കഴിയും. അവരിൽ നിന്ന് പഠിച്ച് അവരിൽ ഒരാളായി മാറാനാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഗാന്ധിജിയുടെ ഭാരതത്തിൽ ജനിച്ച നമ്മെ ആദർശത്തിൻ്റെ മഹത്വം ആരും പഠിപ്പിക്കേണ്ടതില്ല. പക്ഷേ ആദർശത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ്. പ്രശസ്ത ഗ്രന്ഥകാരൻ റോബിൻ ശർമ്മ തൻ്റെ ലീഡർഷിപ്പ് വിസ്ഡം എന്ന ഗ്രന്ഥത്തിൽ ഗാന്ധിജിയുടെ ആദർശത്തിൻ്റെ ഘടകങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഗാന്ധിജിയുടെ ആദർശത്തിൻ്റെ ഘടകങ്ങൾ സത്യസന്ധത, കഠിനാധ്വാനം, ക്ഷമ, സ്ഥിരോത്സാഹം, വിശ്വസ്തത, ധൈര്യം, വിനയം എന്നിവയാണ്. ഗാന്ധിജിയുടെ സ്വീകാര്യതയുടെയും ശക്തിയുടെയും ഘടകങ്ങളും ഈ ആദർശങ്ങൾ തന്നെയാണ്. ഈ ആദർശങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സ്വീകരിച്ചാൽ നമ്മുടെ ജീവിത വിജയം ഉറപ്പാണ്. ആദർശമൊക്കെ അവിടെ ഇരിക്കട്ടെ, കാര്യസാധ്യമാണ് പ്രധാനമെന്ന് ധരിക്കുന്നവർ സമൂഹത്തിൽ ഇപ്പോൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളവർ വർദ്ധിക്കുമ്പോൾ അന്ധകാരം സമൂഹത്തെ ഇരുട്ടിലാഴ്ത്തും. ആ ഇരുട്ട് നമ്മയെല്ലാം മൂടും. അതുകൊണ്ട് എന്തായിരിക്കണം നമ്മുടെ തീരുമാനം? ജീവിതം എൻ്റേതാണെങ്കിലും ഞാൻ സമൂഹത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ ആദർശരാഹിത്യം അന്ധകാരത്തെ ക്ഷണിച്ചു വരുത്തുമെന്നതുകൊണ്ട് ആദർശത്തിൻ്റെ പ്രകാശനാളം എന്നും എൻ്റെ കയ്യിലുണ്ടാകും. ഞാനത് കെടാതെ സൂക്ഷിക്കും. ആ പ്രകാശം, അതിൻ്റെ വ്യാപനത്തിനായി ഞാൻ പരിശ്രമിക്കുകയും ചെയ്യും. ഈ തീരുമാനം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. ജീവിത വിജയത്തിന് ആദർശം ഒരു അനിവാര്യ ഘടകമാണ് എന്ന് തെളിയിക്കുന്ന ചെറിയ ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവച്ചു. നന്ദി, നമസ്കാരം.